വളരുന്ന ലോകം, തിരക്കേറിയ ജീവിതങ്ങൾ, നിരത്തുകളിലൂടെ കുതിച്ചുപായുന്ന വാഹനങ്ങൾ, നാൾക്കുനാൾ വർദ്ധിച്ചു വരുന്ന ട്രാഫിക് നിയന്ത്രിക്കാൻ, റോഡുകളിൽ സുഗമമായ ഗതാഗതം സാധ്യമാക്കാൻ നിരവധി വിദ്യകൾ ഉപയോഗിച്ചു കണ്ടിട്ടുണ്ട്. റോഡുകളുടെ എണ്ണം കൂടുന്നു, ഉള്ള റോഡിന് വീതി കൂട്ടുന്നു, ട്രാഫിക് നിയന്ത്രണത്തിന് പുതുപുത്തൻ സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുത്തുന്നു. അങ്ങനെ പലവിധ പരീക്ഷണങ്ങൾ ഉണ്ടായിട്ടും ട്രാഫിക് ജാമുകൾ എല്ലാ രാജ്യത്തും തലവേദനയാണ്. വൻ നഗരങ്ങളിലേക്ക് വാഹനമെടുത്തു പോകാൻ നേരം ആദ്യം ആശങ്കപ്പെടുന്നത് ട്രാഫിക്കിൽ കുരുങ്ങി സമയം പോകുന്നത് ഓർത്തിട്ടാണ്. അതിനൂതന സാങ്കേതിക വിദ്യകളെ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ എല്ലാം ഉപയോഗപ്പെടുത്തി ട്രാഫിക് നിയന്ത്രിക്കാൻ അഡ്വാൻസ്ഡ് ഓട്ടോമേറ്റഡ് സിസ്റ്റം രൂപപ്പെടുത്തിയിരിക്കുകയാണ് സൗദി അറേബ്യ. നോക്കാം എങ്ങനെയാണ് സൗദി അറേബ്യയുടെ അഡ്വാൻസ്ഡ് ഓട്ടോമേറ്റഡ് സിസ്റ്റം പ്രവർത്തിക്കുന്നത്. ഏതൊരു നഗരങ്ങളിലെയും പോലെ തന്നെ സൗദി അറേബ്യൻ നഗരങ്ങളിലും ട്രാഫിക് ആണ് പ്രശ്നം. 2024 കണക്കനുസരിച്ച് റിയാദ് നഗരത്തിൽ മാത്രം യാത്രക്കാർക്ക് വർഷത്തിൽ 52 മണിക്കൂർ ട്രാഫിക് തിരക്കിൽപ്പെട്ട് നഷ്ടപ്പെടുന്നുണ്ട്. ഈ ജനുവരിയിൽ റിയാദ് മെട്രോയുടെ അവസാനത്തെ ലൈനും പൊതുജനത്തിന് തുറന്നുകൊടുത്തു. റോഡിലെ തിരക്ക് കുറയാൻ പക്ഷേ മെട്രോ മതിയാകില്ല. ഇന്ന് 80 ലക്ഷമാണ് റിയാദ് നഗരത്തിലെ ജനസംഖ്യ. ഇത് 2030 ആകുമ്പോഴേക്കും 96 ലക്ഷമായി ഉയരുമെന്നാണ് കണക്കുകൂട്ടൽ. ട്രാഫിക് വെല്ലുവിളികൾ ഇനിയും മുന്നോട്ട് തന്നെയാണ് എന്നർത്ഥം. ചെറിയ ചെറിയ തെരുവുകൾ മുതൽ വലിയ വലിയ നഗരങ്ങളിൽ വരെ റോഡ് ട്രാഫിക്കുമായി ബന്ധപ്പെട്ട നിരവധി വിവരങ്ങൾ സൗദി അറേബ്യ പുറത്തിറക്കിയിട്ടുണ്ട്. സൗദി ഡാറ്റ ആൻഡ് AI അതോറിറ്റിയാണ് പല സർക്കാർ സംരംഭങ്ങളുടെയും സഹകരണത്തോടെ ഇത് വികസിപ്പിച്ചിട്ടുള്ളത്. സവഹർ സിസ്റ്റം, സ്മാർട്ട് സി പ്ലാറ്റ്ഫോം, ഇങ്ങനെ തുടങ്ങി നൂതനമായ നിരവധി സംവിധാനങ്ങൾ. ഓരോന്നായി നോക്കാം. ട്രാഫിക് മാനേജ്മെന്റിന് പ്രധാനമായും ഉപയോഗിക്കുന്ന സിസ്റ്റമാണ് സവഹർ സിസ്റ്റം. ഇതൊരു ദേശീയ പ്ലാറ്റ്ഫോമാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും കമ്പ്യൂട്ടർ വിഷനും ഉപയോഗപ്പെടുത്തി ചിത്രങ്ങളുടെയും വീഡിയോകളുടെയും നിരന്തരമായ പ്രവാഹത്തെ അനലൈസ് ചെയ്യാൻ ഇതിന് കഴിയും. കൃത്യസമയത്ത് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ വിശകലനം ചെയ്യാനും സാധിക്കും. എന്നാൽ ട്രാഫിക് അടക്കമുള്ള നഗരത്തിന്റെ മുഴുവൻ നിയന്ത്രണങ്ങളും ഏകോപിപ്പിക്കാനാണ് സ്മാർട്ട് സി പ്ലാറ്റ്ഫോം അഥവാ സ്മാർട്ട് സിറ്റി പ്ലാറ്റ്ഫോം. ലൈവ് ഡാറ്റകളും AI ടെക്നോളജികളും സംയോജിപ്പിച്ച് നഗരത്തിന്റെ ചലനങ്ങൾ നിരീക്ഷിക്കാനും അനലൈസ് ചെയ്യാനും കൂടെ ട്രാഫിക് അടക്കമുള്ള പ്രശ്നങ്ങൾ മുൻകൂട്ടി പ്രവചിച്ച് പരിഹാര സൂചനകൾ നൽകാനും അതനുസരിച്ച് ഓപ്പറേഷനുകൾ സജ്ജീകരിക്കാനും വരെ സഹായിക്കുന്ന ടെക്നോളജിയാണ് സ്മാർട്ട് സി പ്ലാറ്റ്ഫോം. സൗദിയിലെ റിയാദിലാണ് ഈ സജ്ജീകരണങ്ങളുടെ എല്ലാം വേഗത കാണാനാകുന്നത്. റിയാദ് അതിവേഗം തിരക്കേറിക്കൊണ്ടിരിക്കുന്ന നഗരമാണ്. അതുകൊണ്ട് തന്നെ വേഗത്തിൽ ഇന്നോവേറ്റീവ് ആവുക എന്നതാണ് റിയാദ് ലക്ഷ്യമിടുന്നതും. സൗദി ഡാറ്റ ആൻഡ് AI അതോറിറ്റി വികസിപ്പിച്ചെടുത്ത ഇത്തരം സിസ്റ്റങ്ങൾ വഴി തത്സമയ വിവരങ്ങൾ അനാലിസിസ് ചെയ്ത് ആക്സിഡന്റ് ഹോട്ട്സ്പോട്ടുകളെല്ലാം തിരിച്ചറിഞ്ഞ് ഓരോ സീസണിലും സംഭവിക്കുന്ന പ്രത്യേക പ്രതിഭാസങ്ങളെ മനസ്സിലാക്കി ട്രാഫിക് നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നു. ആക്സിഡന്റുകൾ കൂടുതലായി സംഭവിച്ചു കൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളിൽ സൂചനാ ബോർഡുകൾ സ്ഥാപിച്ചും റോഡിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിച്ചും അപകടങ്ങൾ കുറക്കാമോ എന്ന് പരിശോധിക്കുന്നു. റമളാൻ ആയാൽ മറ്റു മാസങ്ങളിലെ പോലെയാകില്ല കാര്യങ്ങൾ. ആക്സിഡന്റ് സ്പോട്ടുകൾ മാറും. കാരണം റമദാൻ മാസത്തിൽ യാത്രാ പാറ്റേണുകളും വർക്കിംഗ് ഹവറുകളെല്ലാം മാറും. അതിനനുസരിച്ച് തിരക്കുകളും പ്ലാനുകളും എല്ലാം മാറും. എല്ലാം മാറ്റേണ്ടി വരും. ഇതെല്ലാം AI ചെയ്യുമെന്നതാണ് ഇവിടുത്തെ പ്രത്യേകത. ഈയിടെ റിയാദിൽ ഒരു ഇവന്റ് നടക്കുകയുണ്ടായി. സന്ദർശകർ വർദ്ധിച്ചതോടെ പതിവില്ലാത്ത വിധം ട്രാഫിക് ഉണ്ടായി. അപ്പോഴാണ് സൗദി ഡാറ്റ ആൻഡ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അതോറിറ്റി പുതിയൊരു ടൂൾ ഉണ്ടാക്കാൻ തീരുമാനിക്കുന്നത്. അതനുസരിച്ച് ചില പ്രത്യേക സ്ഥലങ്ങളിൽ ട്രാഫിക് ഉണ്ടാകുന്ന സമയത്ത് അത് റോഡിലെ മറ്റു സ്ഥലങ്ങളെ ബാധിക്കാതിരിക്കാനുള്ള സംവിധാനങ്ങളും AI തന്നെ സ്വയം വികസിപ്പിക്കും. വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ജനത്തിരക്കനുസരിച്ച് ഭാവിയിലേക്കുള്ള പദ്ധതികൾ തയ്യാറാക്കാൻ സൗദി ഡാറ്റ ആൻഡ് AI അതോറിറ്റി പുതിയ സാങ്കേതിക വിദ്യകൾ ഇങ്ങനെ നിർമ്മിച്ചുകൊണ്ടേയിരിക്കുകയാണ്. വളർന്നു വരുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എക്സ്പെർട്ടുകളെ കൊണ്ടുവന്ന് ബൂട്ട് ക്യാമ്പുകൾ സംഘടിപ്പിക്കുകയാണ്. റോഡിലെ വിള്ളലുകൾ, പാത്ത് ഹോളുകൾ, നഗരപാതകളിലെ കുഴികൾ ഇതെല്ലാം കണ്ടെത്താനും ഓട്ടോമാറ്റിക് ആക്സിഡന്റ് റെസ്പോൺസ് സിസ്റ്റം രൂപീകരിക്കാനും പദ്ധതികൾ ചർച്ച ചെയ്യാനായിരുന്നു ഈ ബൂട്ട് ക്യാമ്പ് സംഘടിപ്പിച്ചത്. അമ്പരപ്പിക്കുന്ന രീതിയിൽ ഓട്ടോമാറ്റഡ് ട്രാഫിക് മാനേജ്മെന്റ് നടത്തുകയാണ് സൗദി ഡാറ്റ ആൻഡ് AI അതോറിറ്റി. പക്ഷേ റോഡ് സുരക്ഷയ്ക്ക് വേണ്ടി സൗദി അറേബ്യ ഇത്തരത്തിലുള്ള നൂതന സാങ്കേതിക വിദ്യകളിലൂടെ പരിഹാരങ്ങൾ കണ്ടെത്താൻ തുടങ്ങിയിട്ട് ഒരു പതിറ്റാണ്ടിലേറെയായി. 2009 തന്നെ ട്രാഫിക് നിയമങ്ങൾ ലംഘിക്കുന്നവർക്ക് ഓട്ടോമാറ്റിക് പെനാൽറ്റി സിസ്റ്റം സൗദി നടപ്പാക്കിയിരുന്നു. സഹർ എന്നായിരുന്നു ഈ സിസ്റ്റത്തിന്റെ പേര്. 2009 ഈ പദ്ധതി ലോഞ്ച് ചെയ്തതിനെ തുടർന്ന് ക്യാമറകളും റഡാറുകളും അടങ്ങുന്ന വലിയ നെറ്റ്വർക്കാണ് സൗദിയിൽ നിലവിൽ വന്നത്. അമിത വേഗത, സീറ്റ് ബെൽറ്റ് ധരിക്കാതിരിക്കുക, ഡ്രൈവിംഗിനിടെ മൊബൈൽ ഫോൺ ഉപയോഗിക്കുക,
ഇങ്ങനെയുള്ള എന്തെങ്കിലും നിയമലംഘനങ്ങൾ കണ്ടെത്തിയാൽ ഉടൻ തന്നെ വാഹനത്തിന്റെ ഉടമയുടെ വിവരങ്ങൾ കണ്ടെത്തി ഡ്രൈവർക്ക് ഫൈൻ ഇടുന്ന രീതി 2009 മുതലേ സൗദിയിൽ നിലവിലുണ്ട് എന്നർത്ഥം. മനുഷ്യരുടെ ഇടപെടലില്ലാതെ തന്നെ സഹർ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 2023 അവസാനമാകുന്നതോടെ 15.5 ലക്ഷം വാഹനങ്ങളാണ് സൗദി അറേബ്യയുടെ നിരത്തുകളിൽ ഓടുക. ഇടയ്ക്കിടെയുള്ള സഹർ ക്യാമറകൾ ഈ വാഹനങ്ങളുടെ മുഴുവൻ വിവരങ്ങൾ ഡിറ്റക്ട് ചെയ്യും. നമ്പർ പ്ലേറ്റുകൾ തിരിച്ചറിയും. അതിൽ മോഷണം പോയ വാഹനങ്ങൾ വരെ കണ്ടെത്താൻ സാധിക്കും. 2 വാഹനങ്ങൾക്കിടയിലുള്ള അകലം പാലിക്കാത്തത് പോലും സഹർ ക്യാമറയിൽ പ്രശ്നമാകും. നിരന്തരമായി ഉണ്ടാകുന്ന ട്രാഫിക് വയലേഷനുകൾ പഠിക്കുകയും അതുവഴി ഡ്രൈവർമാരുടെ സ്വഭാവം വിലയിരുത്തുകയും ചെയ്യാൻ മെഷീൻ ലേണിംഗ് പോലും സഹർ സിസ്റ്റം ഉപയോഗിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള അനലൈസുകളിലൂടെ ലഭിക്കുന്ന വിവരങ്ങൾ ഉപയോഗിച്ച് മറ്റു എഡ്യൂക്കേഷണൽ ക്യാമ്പയിനുകളും സംഘടിപ്പിച്ചു വരുന്നു. നിരന്തരം നിയമം ലംഘിക്കുന്നവർക്ക് കടുത്ത പിഴകൾ ഉറപ്പുവരുത്തുന്നു. പഠനങ്ങൾ പറയുന്ന പ്രകാരം നിയമലംഘനങ്ങൾ 30% ഇതുവരെ കുറഞ്ഞുവെന്നാണ് കണക്കുകൾ. ദമാമിലും 20% കുറവുണ്ട്. ട്രാഫിക് ജാമുകളുടെ കാര്യത്തിൽ ദമാമിലും ജിദ്ദയിലും 20% കുറവ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. 2016 സൗദി അറേബ്യയിൽ ഏറ്റവും കൂടുതൽ മരണങ്ങൾ സംഭവിച്ചത് റോഡ് അപകടങ്ങളിലായിരുന്നു. ഓരോ മണിക്കൂറിലും ഓരോരുത്തർ മരണപ്പെട്ടിരുന്നു. ഇതോടെ അതിവേഗം പരിഹാരം കണ്ടെത്താൻ ഗവൺമെന്റ് തന്നെ രംഗത്തിറങ്ങി. 2023 ആയപ്പോഴേക്കും 54% ആക്സിഡന്റുകൾ കുറക്കാനായി. ക്യാമറ കവറേജുകൾ പരിമിതമായ സ്ഥലങ്ങളിൽ ഡ്രോൺ ടെക്നോളജികൾ പോലും ഉപയോഗിക്കുന്നുണ്ട്. സൗദി വിഷൻ 2030 ഭാഗമായി രാജ്യത്തുടനീളം നിരവധി ഇനിഷ്യേറ്റീവുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നഗരങ്ങൾ വികസിക്കുന്നതിനനുസരിച്ച് കൂടുതൽ സൗകര്യപ്രദമായ നിരത്തുകളും സംവിധാനങ്ങളും ഒരുക്കാൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും മെഷീൻ ലേണിംഗും ഉപയോഗപ്പെടുത്തി സൗദി അറേബ്യ മാതൃകയാവുകയാണ്.